ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. അപ്പോൾ എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുകയാണ് മഹേന്ദ്ര സിംഗ് ധോണി അടുത്ത IPL കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊരു അപ്ഡേറ്റ് പുറത്തു വരാൻ. നമുക്കറിയാം ജൂലൈ 31 IPL സംഘാടകരും ഫ്രാഞ്ചൈസി ഓണേഴ്സും തമ്മിലുള്ള ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു ഒഫീഷ്യൽ കൺഫർമേഷനൊക്കെ നമുക്ക് കിട്ടും. IPL 2025 മെഗാ താരലേലത്തിലെ റിട്ടൻഷൻ രീതിയെ സംബന്ധിച്ചും മറ്റ് അപ്ഡേറ്റ്സൊക്കെ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളെല്ലാം അല്ലെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ആരാധകരെല്ലാം ഒരുപോലെ കാത്തിരിക്കുന്നത് MSD അടുത്ത IPL കളിക്കുമോ ഇല്ല എന്ന കാര്യത്തിലൊരു വ്യക്തത വരാൻ വേണ്ടിയാണ്. കഴിഞ്ഞ IPL സീസണിലായിരുന്നു ധോണി ഋതുരാജ് ഗേക്വാദിന് ക്യാപ്റ്റൻസി നൽകിയത്. അപ്പോൾ ഇന്ന് ക്രിക്ബസ് അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. CSK സംബന്ധിച്ചൊരു വ്യക്തമായൊരു അപ്ഡേറ്റ് തന്നെയാണ് ഇന്ന് ക്രിക്ബസ് പുറത്തു വിട്ടിട്ടുള്ളത്. അതിൽ പറയുന്നത് അടുത്ത IPL സീസണിൽ ധോണി കളിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. നമുക്കറിയാം നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത IPL താരത്തിൽ 5 മുതൽ 6 വരെ താരങ്ങളെയായിരിക്കും ഒരു ഫ്രാഞ്ചൈസിക്ക് നിലനിർത്താൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചെന്നൈയുടെ നിരയിൽ ധോണി ഉണ്ടായേക്കും. മറിച്ച് 3 മുതൽ 4 വരെ താരങ്ങളെ മാത്രമാണ് ഒരു ഫ്രാഞ്ചൈസിക്ക്, അതായത് നിലവിൽ തുടരുന്ന രീതി പ്രകാരം 3 മുതൽ മാക്സിമം 4 വരെ താരങ്ങളെയാണ് ഒരു ഫ്രാഞ്ചൈസിക്ക് നിലനിർത്താൻ സാധിക്കുന്നതെങ്കിൽ ധോണി CSK നിരയിൽ ഉണ്ടായേക്കില്ല. പകരം CSKയുടെ മെൻറ്റർ റോളിലേക്ക് അദ്ദേഹം വരുമെന്നും ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതാണ് ധോണി അടുത്ത IPL സീസൺ കളിക്കണമെങ്കിൽ ഒരു ഫ്രാഞ്ചൈസിക്ക് 5 മുതൽ 6 വരെ താരങ്ങളെ നിലനിർത്താൻ സാധിക്കണം. ഇനി മറ്റൊരു അപ്ഡേറ്റ്, CSK അഥവാ പ്രോബബിളി 3 മുതൽ 4 വരെ താരങ്ങളെ മാത്രമാണ് ഒരു ഫ്രാഞ്ചൈസിക്ക് നിലനിർത്താൻ സാധിക്കുന്നതെങ്കിൽ CSKയുടെ സാധ്യത റിട്ടൻഷൻസും 4 സാധ്യത റിട്ടൻഷൻസും ഇപ്പോൾ ക്രിക്ബസ് പുറത്തുവിട്ടിട്ടുണ്ട്. ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദ്, ഓൾറൗണ്ടേഴ്സ് ആയിട്ടുള്ള രവീന്ദ്ര ജഡേജ, ശിവം ഡൂബെ എന്നിവർക്കൊപ്പം ഫോറിൻ പ്ലെയറായി മതീഷ പതിരണയുമായിരിക്കും CSK നിലനിർത്താൻ പോകുന്നത്. ഇതാണ് ഇന്ന് ക്രിക്ബസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് IPL റിട്ടൻഷനെ സംബന്ധിച്ച് പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. 5 മുതൽ 6 വരെ താരങ്ങളെ നിലനിർത്താൻ പറ്റുമെങ്കിൽ CSK നിരയിൽ ധോണി കളിക്കും. ഇല്ലെങ്കിൽ ചെന്നൈയുടെ മെൻറ്റർ റോളിലേക്ക് അടുത്ത സീസണിൽ നമുക്ക് മഹേന്ദ്ര സിംഗ് ധോണിയെ ഒരു പുത്തൻ റോളിൽ കാണാൻ സാധിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.